ഗസയ്ക്ക് സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില ഇസ്രായേൽ തടഞ്ഞത് നമ്മൾ കണ്ടു. 39ഓളം ഷിപ്പുകളാണ് പിടിച്ചെടുത്തത്. ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെ നിരവധി സന്നദ്ധ പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അവരിപ്പോഴും തടവിലാണ്. ഈ വിലക്കിനിടയിലുമൊക്കെ ഗസ തീരത്തേക്ക് പോകാനുള്ള ശ്രമം സുമൂത്ത് ഫ്ലോട്ടില നടത്തുന്നുണ്ട്. ചില ഷിപ്പുകൾ ഇപ്പോഴും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വിലക്ക് തുടരുമ്പോഴുമെല്ലാം ഇനി ഏതു തരത്തിലുള്ള ആക്രമണമായിരിക്കും, എന്തായിരിക്കും ഇസ്രായേലിന്റെ നടപടി എന്ന് ലോകരാജ്യങ്ങൾ നോക്കുകയാണ്. ഒപ്പം തന്നെ വലിയ പ്രതിഷേധം ലോകത്തെമ്പാടും ഉയരുന്നത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടു. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിഷേധത്തിലേക്കും അത്രയധികം ആളുകൾ തിങ്ങി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നതൊക്കെയുള്ള കാഴ്ചകളാണ് ഗസയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ദാവൂദ് സർ, ഇനി അടുത്ത പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ചില ഷിപ്പുകൾക്ക് മാത്രമാണ് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോൾ. പക്ഷേ അടുത്ത പ്രതിസന്ധി എന്തായിരിക്കും? പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ആരുടെ പ്രതിസന്ധിയാണ്? ഈ ഫ്ലോട്ടിലയുടെ ആളുകളുടെ പ്രതിസന്ധി ആണെങ്കിൽ അവർ ഇത്തരം പ്രതിസന്ധികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറങ്ങിയ ആളുകളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സുമൂത്ത് എന്ന വാക്ക് തന്നെ റെസിലിയൻസ് എന്നുള്ളതാണ്, നിശ്ചയദാർഢ്യം. ഗസയ്ക്ക് വേണ്ടിയുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള യാത്ര, അതാണ് ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടിലയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സാമാന്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പ്രയോഗം ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായിട്ട് പോകുന്ന കപ്പൽ സംഘം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗസയിൽ സഹായ വസ്തുക്കൾ എത്തിക്കുക എന്നുള്ളതല്ല ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ഗസക്കാരെ സഹായിക്കാൻ മാത്രമുള്ള ഒരു കൺസൈൻമെൻറ്റ് ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലുകൾ, ചെറിയ യാനങ്ങളാണത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്താണ്? ഗസയ്ക്കു മേലുള്ള ഉപരോധം അത് അന്യായമാണ്, അത് നീതിരഹിതമാണ്, നിയമവിരുദ്ധമാണ്. അതിനെ ലംഘിക്കുക എന്ന് പറയുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു യാത്രയാണത്. അപ്പോൾ ആ ഉപരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗസയ്ക്ക് കടൽ തീരമുണ്ട്. ആ കടൽ എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്. ആ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്ന് അവർക്ക് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ ലോകത്തെവിടേക്കും യാത്ര ചെയ്യാനുള്ള സാമാന്യമായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷേ അത് 2007 മുതൽ ഇസ്രായേൽ ഉപരോധിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗസയിൽ നിന്ന് ഒരാൾക്ക് ഒരു ബോട്ടെടുത്ത്, ഒരു കപ്പലെടുത്ത് പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, പുറത്തുള്ള ഒരാൾക്ക് ഗസയിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിയമവിരുദ്ധമാണ്, ഞങ്ങളത് ലംഘിക്കുകയാണ് എന്നുള്ളതാണ് ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. നേരത്തെയും ഇത്തരം അറ്റംപ്റ്റുകളുണ്ടായിട്ട്, ഈ വർഷം തന്നെ ഉണ്ടായിട്ടുണ്ട്, മുമ്പുണ്ടായിട്ടുണ്ട്. വിവാ പാലസ്റ്റൈന പോലെയുള്ള യാത്രകൾ. മാവി മർമര, ഏറ്റവും പ്രധാനപ്പെട്ട മാവി മർമരയാണ്. മാവി മർമര 2010 എൻ്റെ ഓർമ്മ. ടർക്കിയിൽ നിന്ന് പുറപ്പെട്ട അല്പം വലിപ്പമുള്ളൊരു കപ്പലായിരുന്നു. അത് ഇസ്രായേൽ അതിനെ ആക്രമിച്ചു. 10ഓളം ആളുകൾ, അതിനകത്തുള്ള ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. ഗസ ബീച്ചിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ട്രക്ചറിലുള്ള ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, ഈ മാവി മർമര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളായ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ സ്മരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്തൂപം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിമനോഹരമായുള്ളൊരു ആർക്കിടെക്ചറാണ്. അതിൽ കൊല്ലപ്പെട്ട എല്ലാ രക്തസാക്ഷികളുടെയും പേരും വിശദാംശങ്ങളും അതിൽ മാർബിളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗസയെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് അതിനെ കാണുന്നതെന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്രായേൽ എന്താണ് ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നെതന്യാഹു UN സ്പീച്ചിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഗസയിലേക്ക് കടത്തിവിട്ട സഹായ വസ്തുക്കളുടെ മൊത്തം തൂക്കം പറഞ്ഞിട്ട് അതിനെ ഗസയിലെ മനുഷ്യരുമായിട്ട് ഹരിച്ചിട്ട് ഒരാൾക്ക് ലഭിക്കുന്ന ഇത്ര കലോറി ഭക്ഷണം ഓരോ ഗസക്കാരനും ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് ഗസ പട്ടിണിയാണ്, അല്ലെങ്കിൽ ഗസയിൽ കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഭക്ഷണം കൊടുത്തയച്ചോ ഇല്ലെന്നൊക്കെയുള്ള വിവരം. അടിസ്ഥാന പ്രശ്നം എന്താണ്? ഗസയിൽ ഭക്ഷണം എത്തണ്ടയോ, അല്ലെങ്കിൽ ഗസക്കാർ എന്ത് ഭക്ഷണം കഴിക്കണം, ഇത് തീരുമാനിക്കുന്നത് ആരാണ്? ഇതാണ് ഈ ഗസ സുമൂത്ത് ഫ്ലോട്ടിലെ ഉന്നയിക്കുന്ന, അല്ലെ പലസ്തീൻ മൂവ്മെൻറ്റ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം അതാണ്. ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഇസ്രായേലി ഭക്ത് സംഘം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ, അവർ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കൊണ്ടുവരുന്നൊരു സാധനമുണ്ട്. ഗസ ബിഫോർ October 7, ഗസ ആഫ്റ്റർ October 7. അപ്പോൾ ബിഫോർ October 7 ഗസ എന്ന് പറഞ്ഞാൽ സ്പ്രോളിംഗ് സിറ്റിയാണ്, എല്ലാ സൗകര്യങ്ങളും, അടിപൊളി സിറ്റി. നമുക്ക് October 7 ശേഷം ഇങ്ങനെയായി. അപ്പോൾ ആരാണ് ഉത്തരവാദി? അപ്പോൾ ഗസക്കാർ എന്തോ അവർക്ക് സിറ്റിയിൽ സൗകര്യങ്ങളില്ല, സിറ്റിയിൽ അമ്യൂണിറ്റീസ് ഇല്ല, അതുകൊണ്ട് അതിനു വേണ്ടിയല്ല ഗസക്കാർ ഫൈറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഗസയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അവിടെ സഞ്ചരിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നാണത്. അപ്പോൾ അവിടെ ആളുകൾ
ഫലസ്തീനികൾ ഒരിക്കലും എന്നെങ്കിലും അവർ ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോക്ലേറ്റ് ലഭിക്കുന്നില്ല, ബിസ്ക്കറ്റ് ലഭിക്കുന്നില്ല, അത് എത്തിക്കണം എന്ന് അവരൊരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അവരെന്താണ് ആവശ്യപ്പെടുന്നത്? അത് സോവറിറ്റി ഓഫ് പലസ്റ്റൈൻ, പലസ്തീൻ്റെ പരമാധികാരമാണ്, ഫ്രീഡം ഓഫ് പലസ്റ്റൈനാണ്, പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അത് നിഷേധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഉപരോധം എന്ന് പറയുന്നത്. നേവൽ ബ്ലോക്കേഡ്, എല്ലാ ഉപരോധവും ഉണ്ട്, വായുമാർഗ്ഗമുള്ള ഉപരോധമുണ്ട്, കരമാർഗ്ഗമുള്ള ഉപരോധമുണ്ട്. ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇസ്രായേൽ ഗസയിലേക്ക് ഇഷ്ടം പോലെ ഇസ്രായേൽ വഴി സാധനങ്ങൾ കടത്തി വിടുന്നുണ്ട് യുദ്ധത്തിന് മുമ്പ്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താണ് ഒരു റിസർവ്ഡ് മാർക്കറ്റ് എന്നുള്ള പോലെയാണ് അവരത് ഉപയോഗിക്കുന്നത്. അവിടെ ഷെക്കൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തും മേടിക്കാൻ പറ്റും, എന്തും ലഭിക്കും. പക്ഷേ അതെന്താണ്? ഇസ്രായേൽ തീരുമാനിക്കണം ഗസയിലേക്ക് എന്ത് പോകണം, എന്ത് പോകണ്ട എന്ന്. ആര് തീരുമാനിക്കും? ഇസ്രായേൽ തീരുമാനിക്കും. അപ്പോൾ യുദ്ധമില്ലാത്ത സമയത്ത് ഗസയിലെ മാർക്കറ്റുകളെല്ലാം എന്താണ് വളരെ സ്പ്രോളിങ് മാർക്കറ്റാണ്, ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. എനിക്ക് ഗസയിലെ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു പലസ്റ്റൈൻ ക്യാപ്പ് ഞാൻ വാങ്ങിയിരുന്നു. ആ പലസ്റ്റൈൻ ക്യാപ്പ് മെയ്ഡ് ഇൻ ചൈന ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള പ്രോഡക്റ്റുകളൊക്കെ അവിടെ ലഭിക്കും. അത് ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഗസയിലെ ആളുകൾ എന്തോ പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് അവർ പോരാടുന്നത്. അങ്ങനെയല്ല, അവർ അങ്ങനെ പട്ടിണി കിടക്കുന്ന ജനങ്ങളല്ല. ഇത് പലസ്തീൻ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. 47 മുതൽ അവിടെ ഒരു അധിനിവേശ ശക്തി ആ ജനതയെ ഒക്യുപ്പൈ ചെയ്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒക്യുപ്പേഷൻ അവസാനിക്കണം, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. ലോകത്ത് മറ്റേത് സമൂഹങ്ങൾക്കും ഉള്ളതുപോലെയുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമ്പത്തികമായ സ്വാതന്ത്ര്യം, സാംസ്കാരികമായ സ്വാതന്ത്ര്യം, സ്വയം നിർണ്ണയിക്കാനുള്ള, സ്വയം തീരുമാനിക്കാനുള്ള അവകാശം ഇതവർക്ക് ലഭിക്കണം. ഇതാണ് ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ കോസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ അവിടെ കുറച്ച് ഭക്ഷണം അയച്ചേക്കാം, കുറച്ച് കൺസൈൻമെൻറ്റ്സ് അയച്ചേക്കാം. ചില രാജ്യങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ ഇത്ര ടൺ മനുഷ്യ വിഭവങ്ങൾ കൊടുത്ത് നമുക്ക് വീമ്പ് പറയുന്നത് കാണാൻ പറ്റും. ഇത് ആര് ചോദിച്ചതാണ്? ആരാ പറഞ്ഞത് അവർക്ക് ഇത്ര ടൺ ഇത് കൊടുക്കണം എന്നുള്ളത്? അവരുടെ ആവശ്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപ് കൊണ്ടുവന്ന ഒരു ഭയങ്കര എന്താണ് 20 പോയിൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന അതിനകത്ത് എന്താ പറയുന്നത്, ടോണി ബ്ലെയറും വേറെ ആർക്കും കൂടി ഇത് ഭരിക്കുന്നതാണ്. അടിസ്ഥാനപരമായി എന്താണ് ഫലസ്തീൻ പ്രശ്നം, ആ ഒരു സങ്കല്പം തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രപ്പോസലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സുമൂദ് ഫ്ലോട്ടിലയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, അവർ നോക്കൂ, ഇസ്രായേൽ ഏർപ്പെടുത്തിയ അന്യായമായ ഉപരോധത്തെ ഞങ്ങൾ ലംഘിക്കുന്നു. അത് ഒരു നോൺ വയലൻറ്റ് പ്രൊട്ടസ്റ്റ് കൂടിയാണ്. അതുകൂടെ മനസ്സിലാക്കണം. ഇവർ സിവിലിയൻ കപ്പലുകളാണ് പോകുന്നത്, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. അവരുടെ കയ്യിൽ പ്രതീകാത്മകമായി കുറച്ച് മാവും കുറച്ച് ചോക്ലേറ്റും ബിസ്ക്കറ്റുകളും ഡയപ്പറുകളും കളിക്കോപ്പുകളാണ് ഉള്ളത്. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, സ്ത്രീകൾക്ക് കൊടുക്കാൻ, വിഷമിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ. അതവിടെ കടലിൽ കായം കലക്കിയതുപോലെ അത് അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ ലംഘിക്കുവാൻ വേണ്ടി ലോകത്ത് 50ഓളം രാജ്യങ്ങളിൽ നിന്ന് 500ഓളം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നോക്കൂ, അർജൻറ്റീന എന്ന് പറയുന്നത് ഇസ്രായേലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളൊന്നാണ്. അർജൻറ്റീനയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന്, ഏറ്റവും വിദൂരമായ ദേശങ്ങളിൽ നിന്ന് പോലും ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് ആരുമില്ല എന്ന് നമ്മൾ കാണണം. ലോകത്ത് 50ഓളം രാജ്യങ്ങളിൽ ഇത്രയും അധികം ആളുകൾ ജീവൻ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകാം. കടലിൽ ദീർഘമായ യാത്രയ്ക്ക് പറ്റുന്ന എല്ലാ സൗകര്യമുള്ള കപ്പലുകളൊന്നുമല്ല, ചെറിയ യാനങ്ങളാണ്. പക്ഷെ ആ പ്രയാസങ്ങളെല്ലാം മുൻനിർത്തിയിട്ട് ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ഡോക്ടർമാരുണ്ട്, പിന്നെ ലോ മേക്കേഴ്സ് ഉണ്ട്, പ്രവർത്തകരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, നാടക പ്രവർത്തകരുണ്ട്, സംഗീതജ്ഞരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങളിൽ MP-മാരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ സംഘം പുറപ്പെടുന്നത്. അത് ലോക മനസാക്ഷിയുടെ പ്രതിനിധികളാണ് അവർ. ലോക മനസാക്ഷി എന്താണ് ചിന്തിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ UN ജനറൽ അസംബ്ലിയിൽ കണ്ടു, ഒരു രാഷ്ട്രത്തലവൻ, ലോകത്തെ ഏറ്റവും പ്രധാന ശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പ്രസംഗിക്കാൻ കയറുമ്പോൾ ആളുകൾ കൂക്കി വിളിച്ച് ഇറങ്ങിപ്പോവുകയാണ്. ഇത്രയും നാണം കെട്ടു നിൽക്കുന്ന ഒരു സംവിധാനമാണത്. അവർ നിലനിൽക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രത്യക്ഷ പിന്തുണയിലും ചില അറബ് രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണയിലും മാത്രമാണ്. ലോക ജനസമൂഹം ഒന്നടങ്കം ഈ തെമ്മാടി സംവിധാനത്തിനെതിരാണ്, ഈ മനുഷ്യവിരുദ്ധ സംവിധാനത്തിനെതിരാണ്. ആ സന്ദേശത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ആശ്ചര്യകരമായ ഒരു പ്രകടനം എന്നുള്ളതാണ് സുമൂദ് ഫ്ലോട്ടിലയുടെ ഇത്. ഇസ്രായേലിന് അവരെല്ലാവരും പിടിച്ചെടുത്ത് അഷ്ദോദ് തുറമുഖത്ത് തെല്ലവിലൊക്കെ കൊണ്ടുപോകാൻ പറ്റി. ഇപ്പോൾ എത്ര പേരെ പിടിച്ചു, എത്ര പേര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ വരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ 30 എണ്ണം പിടിച്ചു, 39 എണ്ണം പിടിച്ചു എന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ. പക്ഷേ അത്
അതിൻ്റെ ഒരു കൃത്യതരണം കുറച്ച് സമയമെടുക്കും. ഒരുപക്ഷെ ഒരു ബോട്ട് ഈ ഗസ വാട്ടേഴ്സിലേക്ക്, അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് പ്രവേശിച്ചു എന്നുള്ള ഇത് വരുന്നുണ്ട്. അങ്ങനെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രവേശിച്ചതുകൊണ്ട് വലിയ സംഭവം ഉണ്ടാകുന്നു. പക്ഷേ അതിനൊരു ഭയങ്കര സിംബോളിക് വാല്യൂ ഉണ്ട്. ഇതിനെല്ലാം ഭേദിച്ച് പ്രതീകാത്മകമായിട്ടെങ്കിലും ആ ഉപരോധത്തെ ഭേദിക്കാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഇവരവിടെ എത്തുന്നോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇത് ഇതെന്താണ് ലോകത്തിന് നൽകുന്ന സന്ദേശം? കഴിഞ്ഞ വർഷം UN ജനറൽ അസംബ്ലിയിൽ, കഴിഞ്ഞ വർഷമല്ല, ഒക്ടോബർ 7 മുമ്പുള്ള UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു മാപ്പ് ഉയർത്തി കാണിക്കുന്നു. ന്യൂ മിഡിൽ ഈസ്റ്റ് എന്നൊരു മാപ്പ് ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ മാപ്പിൽ പലസ്തീനില്ല. ന്യൂ മിഡിൽ ഈസ്റ്റ് ഈസ് ഗോയിങ് ടു ബോൺ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഒക്ടോബർ സംഭവിക്കുന്നത്. പലസ്തീൻ ഇല്ലാത്ത മാപ്പായിരുന്നു. ഇന്ന് നമ്മൾ കാണേണ്ടത്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ലോകത്ത് ഈ നിമിഷം നമ്മളെടുക്കുക, ഈ നിമിഷം ലോകത്ത് ഏറ്റവും അധികം പാറിക്കൊണ്ടിരിക്കുന്ന പതാക ഏതാണ്? ഫലസ്തീൻ്റെ പതാകയാണ്. ഒരു ഇല്ലാ രാജ്യത്തിൻ്റെ പതാകയാണ് പാറിക്കൊണ്ടിരിക്കുന്നത്. അസാധാരണമായൊരു സംഭവമല്ലേ അത്? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ലോകത്തെ മനുഷ്യത്വമുള്ളവരെല്ലാം ഈ ഫലസ്തീൻ കോസിനൊപ്പം നിൽക്കുന്നു. ആ രാജ്യത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നു. അവരുടെ നെക്ലേസിൽ അത് കെട്ടിത്തൂക്കുന്നു, ആംബാൻഡുകളായിട്ട് അത് വയ്ക്കുന്നു. ഇങ്ങനെ ലോകത്തെ ഒരിക്കലും ലോകം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധം ഒരു ഇല്ലാ രാജ്യത്തിനു വേണ്ടി ആ രാജ്യത്തിൻ്റെ പ്രതീകങ്ങൾ, ചിഹ്നങ്ങൾ, പതാകകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതാണ് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആളുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഏറ്റവും പ്രതീകാത്മക മൂല്യമുള്ള ഒരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആ ഒരു ലോക മനസാക്ഷിയുടെ ആ ഒരു മുന്നോട്ട് പോക്കുണ്ടല്ലോ, അതിന് കൂടുതൽ ത്വരിപ്പിക്കുന്നതിൽ ഈ ഫ്ലോട്ടില വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. നോക്കൂ, ഫ്ലോട്ടില ആക്രമിക്കപ്പെടുന്നു, ഈ ഗ്രേറ്റ തുംബർഗ് അടക്കമുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നു. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? യൂറോപ്പ് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ അപ്പോൾ ആ അർദ്ധരാത്രിയിൽ ആളുകൾ തെരുവിലിറങ്ങുകയാണ്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ തെരുവിലിറങ്ങുന്നത് എവിടെയാണെന്നറിയോ? ഇറ്റലിയിൽ. അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഇറ്റലി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഒരു മുസോളിനി ഭക്തയായിട്ടുള്ള ഒരാളാണ്. എന്താണ് ആ സ്ത്രീയുടെ പേര്? മെലാനി തന്നെ. എന്നാൽ മുസോളിനി ഭക്തയായിട്ടുള്ള, മുസോളിനിയുടെ ഫാർ റൈറ്റ് ആശയങ്ങൾ പ്രചോദിതമായി പാർട്ടി രൂപീകരിച്ച് അവർ ഭരിക്കുന്ന ഒരു രാജ്യമാണത്. അതൊരു മുസ്ലിം രാജ്യമാണ്. മുസ്ലിങ്ങൾ 4% മാത്രമുള്ള രാജ്യമാണ്. ഈ ഹോളി സിയെ ഹോസ്റ്റ് ചെയ്യുന്ന ലോക കത്തോലിക്ക സഭയുടെ ആസ്ഥാനം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യം. നാളെ അവിടെ ജനറൽ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ജനറൽ സ്ട്രൈക്ക് നമ്മൾ കണ്ടതാണ്. തെരുവുകളിൽ ആയിരങ്ങളാണ് ഇറങ്ങിയത്. ഇറ്റാലിയൻ തുറമുഖങ്ങളിൽ നിന്ന് ഒരു തുറമുഖത്തിൽ നിന്നും പോലും ഇസ്രായേലിലേക്ക് ഒരു കൺസൈൻമെൻറ്റും പോകാൻ അനുവദിക്കുകയില്ല എന്ന് അവിടുത്തെ ഈ തുറമുഖ തൊഴിലാളികളുടെ യൂണിയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാളെ അവിടെ ജനറൽ സ്ട്രൈക്ക് നടക്കുകയാണ്. ഏറ്റവും വലിയ തോതിൽ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇറ്റലിയിൽ സംഭവിക്കുന്നുണ്ട്, ഫ്രാൻസിൽ സംഭവിക്കുന്നുണ്ട്, സ്പെയിനിൽ വളരെ നേരത്തെ തന്നെ. സ്പെയിൻ്റെ പ്രത്യേക ഭരണകൂടം തന്നെയും വളരെ ശക്തമായ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇറ്റലിയുടെ കാര്യം പ്രത്യേകമാവുന്നത് ഇറ്റലിയിലെ ഭരണകൂടം ഇസ്രായേലുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത് ഭയങ്കരമായി ടോൺ ഡൗൺ ചെയ്തുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ റൈറ്റ് ടു സെൽഫ് ഡിഫൻസ് നമ്മൾ എല്ലാ കാലത്തും ഞങ്ങൾ പിന്തുണച്ചിരുന്നു. പക്ഷേ ഗസയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമല്ല, അവർ റെഡ് ലൈൻസുകൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിദേശകാര്യമന്ത്രി ഇന്നിപ്പോൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റലിയിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ, ഇറ്റലിക്ക് ഇപ്പോൾ ഇതിന്ന് ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള വല്ല കാസാ പ്രചാരങ്ങളും പോയി അവിടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഇതേ ഇവന്മാർ ഫലസ്തീനികളെ മറ്റവന്മാരാണെന്നൊക്കെ പറഞ്ഞു. ഈ നിലയിൽ ലോകത്തെ മുഴുവൻ തെരുവുകളും ജനാധിപത്യ വിശ്വാസികളും പുരോഗമന മൂല്യങ്ങൾ മുൻനിർത്തുന്ന ആളുകൾ ഒരു കോസിനു വേണ്ടി രംഗത്തിറങ്ങുന്നു. ഇത് ഇസ്രായേൽ അനുകൂലികൾ എന്താണ് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതാണ് നോക്കേണ്ടത്. ഇസ്രായേൽ അനുകൂലികൾ ഇപ്പോൾ നമ്മുടെ ഈ ഔട്ട് ഓഫ് ഹൗസിന് താഴെ വന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? തന്നെ അവൻ്റെ വീരസ്യം പറയണം. എന്താണ് ആ വീരസ്യം? അവരുടെ കയ്യിൽ അമേരിക്ക കൊടുത്ത കുറേ അധികം ബോംബുകളുണ്ട്. ആ ബോംബുകൾ ഈ കൂരയിൽ കിടക്കുന്ന, ടെൻറ്റുകളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലെയിട്ട് അവരുടെ മസ്തകം പിളർത്തി രക്തം തെറിപ്പിച്ച് അതിൽ അർമാദിക്കുക എന്നുള്ളതല്ലാതെ എന്താണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഈ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ
സീസ് ഫയർ ടോക്കുകൾ നടക്കുമ്പോഴും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം, 2 വർഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുക എന്നുള്ളത് മാത്രമാണ്. അവർ മുന്നോട്ട് വെച്ച ഒക്ടോബർ 7 മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? നോക്കൂ, പലസ്തീൻ മറക്കാൻ പറ്റില്ല. പലസ്തീൻ നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, പലസ്തീനി സ്വത്വം എന്ന് പറയുന്നത്, പലസ്തീനികളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, പലസ്തീനികളുടെ അഭിലാഷങ്ങൾ എന്ന് പറയുന്നത് അത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതിനെ നിങ്ങൾക്ക് മറച്ചു വെക്കുവാൻ, കാർപ്പറ്റിൻ്റെ അടിയിൽ വെച്ച് കളിക്കുവാൻ പറ്റില്ല എന്ന സന്ദേശമാണ് ഒക്ടോബർ 7. ആ നിലയിൽ ഒക്ടോബർ 7 അല്ലെങ്കിൽ ആ പലസ്തീൻ മൂവ്മെൻറ്റ് വിജയിച്ചു കഴിഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ വിഷയമായി പലസ്തീൻ മാറി. ലോകത്ത് ഏറ്റവും അധികം പാറിക്കളിക്കുന്ന പതാകയായി പലസ്തീൻ പതാക മാറി എന്നിരിക്കെ അതിൻ്റെ അർത്ഥം ഇതങ്ങനെ എളുപ്പം ഇപ്പോൾ ഒരു 20 ദിന പദ്ധതി ട്രംപ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് കൊണ്ടുവന്നു, അങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ. ഇത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്, അതിനൊരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ, അതല്ലാത്തൊരു പരിഹാരവുമില്ല എന്ന ഇതിൻ്റെ ഏറ്റവും ലളിതമായ പാഠം അതിനെ ആവർത്തിച്ച് ഉച്ചത്തിൽ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് ഈ സുമുദ് ഫ്ലോട്ടിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി. സജിം സർ പറഞ്ഞതുപോലെ അതൊരു പ്രതീക്ഷയാണ് ആക്ടിവിസ്റ്റുകൾ എന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ തെരുവിലിറങ്ങുക എന്നുള്ളത് എത്രത്തോളം പ്രതീക്ഷ? ഈ ട്രംപിൻ്റെ 20 ദിന പദ്ധതി അംഗീകരിച്ച ആളുകൾ പോലുമാണ് ഇതിനെതിരെ രംഗത്ത് വന്നതും പ്രതിഷേധിച്ചതും. അത് എത്രത്തോളം ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നത്? ഇന്ന് നമ്മളിങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് സ്ലോവേനിയ എന്ന് പറഞ്ഞിട്ട് രാജ്യമുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയുടെ ജന്മനാടാണത്. ഒരു ചെറിയ ടൈനി കൺട്രി എന്നൊക്കെ പറയാം, മുറിഞ്ഞു പോയ രാജ്യം. അവർ എടുത്തൊരു ഡിസിഷൻ നെതന്യാഹുവിനെ ബാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. കാരണം അവർ ICC റോം കൺവെൻഷൻ ഒപ്പിട്ട രാജ്യമായതുകൊണ്ട് ICC ബൗണ്ടാണ്. അവർ നെതന്യാഹു വന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ഒരു ചെറിയ രാജ്യമാണ്, ജനസംഖ്യ തീരെ കുറവാണ്, ഒരു കിഴക്കൻ യൂറോപ്യൻ രാജ്യമാണ്. ഇന്ന് ഹാരിറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇതാണ്: സ്ലോവേനിയയുടെ തീരുമാനം എത്രമാത്രം വലിയ തിരിച്ചടിയാണ്. സ്പെയിൻ അതുപോലെ UK ഒക്കെ ഫലസ്തീൻ അംഗീകരിക്കുകയും ഫലസ്തീനോടൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ICC വാറണ്ട് അനുസരിച്ച് ഇയാൾ അറസ്റ്റ് ചെയ്യുമെന്നൊരു കുഞ്ഞു രാജ്യം പ്രഖ്യാപിക്കുമ്പോൾ അത് ഇസ്രായേൽ വലിയ ചർച്ചയാവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുക, അപ്പോൾ ഈ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ വ്യത്യസ്ത കാരണങ്ങളാൽ ആളുകൾ സൈഡ് എടുക്കുന്നുണ്ട്. കുറേ പേർ ഫലസ്തീനൊപ്പം നിൽക്കുന്നു, കുറേ അധികം ആളുകൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു. അതിലിപ്പോൾ മുസ്ലിം കൺട്രീസിൽ മുസ്ലിങ്ങൾ പൊതുവെ മതപരമായ കാരണം കൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും ഫലസ്തീനോടൊപ്പം നിൽക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട 3 വിശുദ്ധ ഗേഹങ്ങളിൽ ഒന്ന് ഈ ഫലസ്തീൻ മണ്ണിലാണ്. അപ്പോൾ അത് ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ആ ഒരു വൈകാരികമായ അടുപ്പം. അതല്ലാത്ത മനുഷ്യരുണ്ടല്ലോ, ഇപ്പോൾ സ്ലോവേനിയയിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് എന്തായിരിക്കും ഫലസ്തീനോടുള്ള ഇമോഷണൽ ബന്ധം? ഇപ്പോൾ സ്ലോവേനിയ ഭരിക്കുന്നത് ഒരു സെൻട്രിസ്റ്റ് പാർട്ടിയാണ്. അതിൽ അവരുടെ കോയലിഷനിൽ ലെഫ്റ്റ് പാർട്ടികളുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട യാതൊരു കാര്യമില്ല. എന്ന് മാത്രമല്ല, അവിടെ ശക്തമായ വലതുപക്ഷമുണ്ട്. അവിടുത്തെ പ്രതിപക്ഷത്ത് വലതുപക്ഷ പാർട്ടികളാണ്, ശക്തമായ വലതുപക്ഷമുള്ളൊരു പാർട്ടിയാണ്. ഈ കഴിഞ്ഞ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്കായിരുന്നു മുൻതൂക്കം. ഒരു വലതുപക്ഷ മുൻതൂക്കമുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുള്ളൊരു രാജ്യത്ത് നിന്നിട്ട് ഒരു രാജ്യം തീരുമാനം എടുക്കുകയാണ് നെതന്യാഹുവിനെ ബാൻ ചെയ്യുക എന്നുള്ളത്. നമ്മളിങ്ങനെ ഓരോ രാജ്യത്ത് എടുത്ത് നോക്കുക. അപ്പോൾ സ്പെയിൻ, മെക്സിക്കോ, ഈ രാജ്യങ്ങൾക്കൊക്കെ ഫലസ്തീനോട് എന്ത് ഇമോഷണൽ കണക്ഷനാണുള്ളത്? ഇപ്പോൾ മലേഷ്യ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ്, ഇന്തോനേഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങൾ ഫലസ്തീനോടൊപ്പം നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് പല കാരണങ്ങളാൽ, മതപരമായ കാരണങ്ങളാലും വിശ്വാസപരമായ കാരണങ്ങളാലും പിന്നെ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിലൊക്കെ ആ ഇമോഷൻ മനസ്സിലാക്കാം. ഇതൊന്നുമില്ലാത്ത രാജ്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോക്കലായിട്ട് ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മെക്സിക്കോയും സ്പെയിനുമാണ്. ഇറ്റലി, അയർലൻഡ് പിന്നെ പരമ്പരാഗതമായിട്ട് ഫലസ്തീനൊപ്പമുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ ഇറ്റലി നോക്കുക, ഇറ്റലി ഭരിക്കുന്നത് മെലാനിയ ആരാണ്? ഒരു വലതുപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റ്. ഇറ്റലിയിൽ പക്ഷേ ജനങ്ങളെന്താണ്? ജനങ്ങൾ ഫലസ്തീനോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം വരുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ജനങ്ങളെല്ലാം ഇടതുപക്ഷക്കാരോ പുരോഗമനവാദികളോ ഒന്നും ആവണമെന്നില്ല. ഇവർ ചിലപ്പോൾ വലതുപക്ഷ പാർട്ടികൾ വോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഇറ്റലിയിൽ തന്നെ വലതുപക്ഷ പാർട്ടികളാണ് ഇതിനു മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അവർ വോട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇത് കടുത്ത അന്യായമാണ്, ഇത് അനീതിയാണ്, അവർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു ട്രെൻഡ് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ കഴിഞ്ഞ 10-80 വർഷമായിട്ട് ഉണ്ടായിട്ടേ ഇല്ല. ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് യൂറോപ്പിലെ സാധാരണക്കാർക്ക് അറിയുകയേ ഉണ്ടായിരുന്നില്ല. ഇവിടെ യഹൂദന്മാർ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയി അവരവിടെ നന്നായിട്ട് ജീവിക്കുന്നു. അവിടെ കുറേ പേര് അവരെ ചുറ്റും നിന്ന് ശല്യം ചെയ്യുന്നു. ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നറേറ്റീവ്. ആ നറേറ്റീവ് പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇന്ന് ലോകത്തിന് അറിയാം അവിടെ എന്താണെന്ന് അറിയാം. നേരത്തെ അത് അറിയില്ല. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് അറിഞ്ഞിട്ടല്ല, ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് മുഴുവനായിട്ട് അറിഞ്ഞിട്ടല്ല ഇന്ത്യയിലെ ജനങ്ങൾ ഫലസ്തീനെ മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്നത്. മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയൊരു
90കളുടെ തുടക്കം വരെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സ് യാസർ അറാഫത്തിനൊപ്പമായിരുന്നു. അറാഫത്ത് ഒരു ഐക്കണായിരുന്നു. എന്തായിരുന്നു, നമ്മുടെ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ അറാഫത്ത് ഇന്ത്യയിൽ ഒരു ഐക്കണായിരുന്നു. നമ്മുടെ ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ റാലികളിലും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അറാഫത്തിൻ്റെ മുഖചിത്രം അടിച്ചു വന്നിട്ടുണ്ട് 80കളിൽ. ഞാനത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അത് അറാഫത്ത് ആരാണെന്ന് പറഞ്ഞിട്ട് ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് മുഴുവനായിട്ട് മനസ്സിലായിട്ടല്ല ഈ മോഷൻ. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് അതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വാതന്ത്ര്യ സമരം അവിടെ നടക്കുന്നു എന്നൊരു ബോധം ഇന്ത്യ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് ഏറെക്കുറെ ഇന്ത്യയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ആ മാറിയതിന് കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇസ്രായേലുമായി ഡിപ്ലോമാറ്റിക് ടൈസ് ഉണ്ടാക്കി. 2, ഇന്ത്യയിൽ ഉയർന്നു വന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ച. ഇത് രണ്ടുമാണ് ആ ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിലും നമ്മളിപ്പോൾ നോക്കുക, ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വരെയും ഉണ്ടായിരുന്ന ആ ഒരു ഉന്മാദം ഉണ്ടല്ലോ, ഇസ്രായേലിനെ പിന്തുണച്ചുള്ള ഉന്മാദം നമുക്ക് കാണാനേ കഴിയില്ല. അതായത് ഇപ്പം റൈറ്റ് നൗ നമ്മൾ സോഷ്യൽ മീഡിയ പറയുന്നത് അത് ഏത് ഭാഷയിലാണെങ്കിലും, ഇപ്പോൾ നാഷണൽ ലെവലിൽ നോക്കിയാലും കേരളത്തിലാണെങ്കിലും, കേരളത്തിൽ ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ച് ഇസ്രായേലിന് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്, നാസ്തിക മോർച്ചക്കാരുണ്ട്. അവരാരും ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. മിണ്ടാത്തതിന് കാരണം എന്താണ്? അവർക്ക് മിണ്ടാനുള്ള വോയിസ് ഇല്ല. ആ സിറ്റുവേഷൻ മാറി കഴിഞ്ഞിരിക്കുന്നു. ഈ സിറ്റുവേഷൻ മാറി എന്നുള്ളത് ഈ ഫലസ്തീൻ കോസിൻ്റെ കാര്യത്തിൽ വലിയ ഒരു നേട്ടമാണ്. അതായത് കഴിഞ്ഞ 80 വർഷം ഈ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റം എന്ന് പറയാവുന്നത് ഞാൻ ഈ പറയുന്ന നറേറ്റീവ് ഷിഫ്റ്റാണ്. ഈ നറേറ്റീവ് ഷിഫ്റ്റ് ഇങ്ങനെ വരാതിരിക്കാൻ ഇസ്രായേലിൻ്റെ നറേറ്റീവിന് ഡോമിനൻസ് കിട്ടാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ ഇസ്രായേലും അമേരിക്കയും ലോകത്ത് ചെലവഴിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ലോകത്തെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള മാധ്യമങ്ങൾ മുഴുവൻ ഇസ്രായേൽ നറേറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. BBC ഏറ്റവും നല്ല ഉദാഹരണം. അപ്പോൾ വിശ്വാസ്യതയുള്ള മാധ്യമങ്ങൾ പോലും ഇസ്രായേൽ നറേറ്റീവ് മാത്രം യൂറോപ്പിലും അമേരിക്കയിലും ലോകത്തെല്ലായിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നുണ്ടെന്ന് അത് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ല. നമ്മൾ വിചാരിക്കും ഇപ്പോൾ 10,000-60,000 പേര് മരിച്ചു, അത്രയും ജനങ്ങളെ മരിച്ചു, ഗസ എന്ന് പറയുന്ന സിറ്റി മുഴുവൻ ബോംബിട്ട് നശിപ്പിച്ചു, അവിടെ താമസിക്കാൻ പറ്റിയൊരു കെട്ടിടവും ഇല്ല. നമ്മളത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ മുന്നേറ്റം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചാലോ അല്ലെങ്കിൽ എത്രയോ മനുഷ്യരുടെ ജീവാഹുതി കൊണ്ടൊന്നും നേടാൻ കഴിയുന്ന ഒന്നല്ല. ആ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞത് ഈ ഒക്ടോബർ 7 സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ ഇതേ ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധം ഇപ്പോൾ തുടങ്ങുന്ന യുദ്ധം ഇത് ഉടനെ അവസാനിക്കാൻ പോകുന്നില്ല. ഈ ട്രംപ് ഈ 20 നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇത് തീരാൻ പോകുന്ന ഒരു വെടിനിർത്തലിലേക്ക്, ശാശ്വതമായ വെടിനിർത്തലിലേക്കല്ല ഇത് പോകുന്നത്. ഇത് കൂടുതൽ ഈ എന്താ പറയുക, ഫലസ്തീൻ വിമോചനത്തിൻ്റെ പുതിയ വഴിത്താരകളിലേക്ക്, പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് തിരിയാൻ പോവുകയാണ് ഈ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ ഈ വെച്ചിട്ടുള്ള നിർദ്ദേശം 20 നിർദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഹമാസിന് സ്വീകാര്യമാവുന്ന ഒന്നല്ല അവരെ സംബന്ധിച്ച്. കാരണം ഫലസ്തീൻ സ്റ്റേറ്റിനെ പറ്റിയുള്ള കൃത്യമായ റോഡ് മാപ്പോ അതിന് ടൈം ലൈനോ ഒന്നുമില്ലാത്ത വെറുതെ വാചോടൊപ്പം എന്ന് പറയാവുന്ന ഒരു കാര്യം മാത്രമാണ് ട്രംപും നെതന്യാഹും കൂടി പറഞ്ഞിട്ടുള്ളത്. നെതന്യാഹു അത് സമ്മതിക്കുന്നത് തന്നെ തൽക്കാലത്തെ ഒരു ഡൈവേർഷൻ ടാക്ടിക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് കൂടുതൽ സങ്കീർണമായ, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി, ഇത് ഫലസ്തീനിൽ മാത്രം നടക്കുന്ന ഒരു പോരാട്ടമല്ല, ലോകം മുഴുവൻ നടക്കുന്ന ഒരു പോരാട്ടമായി മാറുകയാണ്. ഇപ്പോൾ ഫ്ലോട്ടില തന്നെ എടുക്കുക. ഫ്ലോട്ടിലയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ചെറിയ ആളുകളല്ല. നെൽസൺ മണ്ടേലയുടെ ഗ്രാൻഡ് സൺ, ഇപ്പോൾ ഇവോൺ റിഡ്ലെ പോലുള്ള മാധ്യമപ്രവർത്തകർ, അങ്ങനെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്, അഭിഭാഷകരാണ്, ആക്ടിവിസ്റ്റുകളാണ് അതിലുള്ളത്. ഗ്രെറ്റ തുൻബർഗ് ഇപ്പോൾ 2ാമത്തെ തവണയാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നിൽ ഇനിയൊരു പുതിയ നറേറ്റീവ് മാറ്റാനോ, അതായത് ഞങ്ങൾ നല്ലവരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്താണ് നീതി, റൈറ്റ് ടു എക്സിസ്റ്റൻസ്, ഇസ്രായേലിൻ്റെ റൈറ്റ് ടു എക്സിസ്റ്റൻസ് നിങ്ങൾ പറയും. ഇനി റൈറ്റ് ടു എക്സിസ്റ്റൻസ് എന്നുള്ളൊരു വാക്ക് നെതന്യാഹുവിന് പറയാൻ കഴിയില്ല. ആ വാക്കിൻ്റെ വില തന്നെ പോയി കളഞ്ഞു. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ടോക്കൺ എന്താണെന്ന് അറിയുമോ? ഇസ്രായേലിന് നിലനിൽക്കാനുള്ള അവകാശം എന്നാണ് പറയുക. ഞങ്ങളെ നിലനിൽക്കാൻ ലോകം ഈ ചുറ്റുമുള്ളവർ സമ്മതിക്കുന്നില്ല, ഫലസ്തീനിൽ സമ്മതിക്കില്ല, ഹമാസ് സമ്മതിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇനി റൈറ്റ് ടു എക്സിസ്റ്റൻസ് എന്ന വാക്ക് വിലകെട്ട വാക്കായി മാറി എന്നുള്ളതാണ് ഈ 2 വർഷത്തെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം.